Hi dears, welcome to Variety Recipes. ഇന്ന് നാവിൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബർഫി നമ്മൾക്ക് ദീപാവലിക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ മസൂർ ദാൽ എടുത്തിട്ടുണ്ട്, ചുവന്ന പരിപ്പ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിരിക്കുകയാണ്. സെയിം അളവിൽ തന്നെ ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കോട്ടൺ തുണിയിൽ വെച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ കളഞ്ഞു കിട്ടും. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ചുവന്ന പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ചുവന്ന പരിപ്പ് കുറച്ച് വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ആദ്യം ഇതൊന്ന് 3 മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് ചെറുപയർ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ 2 പരിപ്പും സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ മസൂർ ദാൽ കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ടാണ് ആദ്യം 3 മിനിറ്റ് അതൊന്ന് ഫ്രൈ ചെയ്തത്. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപ്പെല്ലാം നല്ലതുപോലെ പൊട്ടി ഫ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടീസ്പൂൺ കടലമാവ് ചേർത്താലും മതി. 1 ടീസ്പൂൺ റവയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പാനിൻ്റെ ചൂടിൽ തന്നെ പൊട്ടുകടലയും റവയും ഒന്ന് ചൂടാക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത പരിപ്പ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ റോസ്റ്റ് ചെയ്ത പരിപ്പ് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഈ പൊടിച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗീ നല്ലതുപോലെ മെൽറ്റായി ചൂടായി കഴിയുമ്പോൾ 1/2 കപ്പ് ബദാം 2ആയി കട്ട് ചെയ്തതും 1/2 കപ്പ് തന്നെ കശുവണ്ടിയും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് നിറം മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കശുവണ്ടിയും ബദാമും നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലെ ഗീയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഈ ഗീയിൽ ഈ പരിപ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 പരിപ്പും കൂടി 1 കപ്പ് അളവിലാണ് ഉണ്ടായത്. അതിലേക്ക് ഞാനിപ്പോൾ 4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ആദ്യം 2 കപ്പ് പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള 2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. കട്ടയൊക്കെ ഉടയാതെ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സായി കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് അയഞ്ഞ ബാറ്ററായിട്ട് കിട്ടണം. ഇപ്പോൾ 4 കപ്പ് പാലിൽ ഇത് കറക്റ്റായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മീഡിയം ഹീറ്റിൽ ഈ സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ഗീ ചേർക്കാം.
1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ബാറ്റർ ഇതുപോലെ കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ഇത് കുറച്ച് ലൂസായി വരും. ഈ ബാറ്റർ കുറച്ച് ലൂസാകും. ഇനി ഇത് നല്ലതുപോലെ കട്ടിയാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. മീഡിയം ഹീറ്റിൽ നമുക്കിത് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനുള്ള ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി മറക്കാതെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരാണ്. പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ഈ ബർഫിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അല്പം ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. പഞ്ചസാരയിൽ ഉണ്ടാക്കുന്ന സ്നാക്ക് അല്ലെങ്കിൽ പായസത്തിലൊക്കെ അല്പം ഉപ്പ് ചേർക്കണം. പിന്നെ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ തിക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് വരുന്ന പാകത്തിന് ആകും. വീണ്ടും ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ കുറുകി കിട്ടും. ഇനിയും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നല്ല കട്ടിയിലാവണം. നമ്മൾ സ്പൂണിലെടുത്താൽ താഴേക്ക് അടന്നു പോകാത്ത രീതിയിലാവണം. ഇതിപ്പോൾ കുറച്ചുകൂടി കട്ടിയിലായിട്ടുണ്ട്. ചട്ടിയിലൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ സ്പൂണിലെടുത്താൽ താഴേക്ക് വിട്ടു പോകില്ല, അതുപോലെ തന്നെ ഇരിക്കും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചട്ടിയിൽ നിന്ന് പറ്റിയിരിക്കുന്നതൊക്കെ വിട്ടുപോരും. ഇതായിപ്പോൾ നല്ലതുപോലെ വിട്ടു പോന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ പാകമാകണം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കശുവണ്ടിയും ബദാമും എല്ലാം ഈ ബാറ്ററിൽ നല്ലതുപോലെ മിക്സ് ആകണം. എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് മറിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മോൾഡിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഗ്ലാസ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതിലേക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് ചേർക്കുക. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അരികിലൊക്കെ നല്ലതുപോലെ ഫില്ലാകുന്നത് വരെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചോ പ്രസ് ചെയ്യാം. എല്ലാം ഇട്ടതിന് ശേഷം മുകൾ ഭാഗം നല്ല ഗ്ലേസിങ് ആകുന്നത് വരെ ഈ സ്പാച്ചില വെച്ചൊന്ന് തടവി കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തേച്ച് തടവിയൊക്കെ വരുമ്പോഴേക്കും ടോപ്പ് ഭാഗം നല്ല ഗ്ലേസിങ് ആവും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത കശുവണ്ടിയും ബദാമും ഇട്ട് കൊടുക്കാം. സ്പാച്ചില വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വളരെ കുറച്ച് ചേരുവ കൊണ്ടുണ്ടാക്കിയ ഈ ബർഫി റെഡി ആയിട്ടുണ്ട്. ദീപാവലിക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്